Hi all, welcome to JLearn. I am Jairam. ഇത് നമ്മളുടെ ഒരു പുതിയ സീരീസിന്റെ ആദ്യത്തെ ക്ലാസ് ആണ്. സീരീസിന്റെ പേര് ഇതാണ്, ഇനി മനസ്സിലുള്ളത് എന്തും ഇംഗ്ലീഷിൽ പറയാം. സെന്റൻസ് കഷ്ണങ്ങൾ. എന്താണ് ഈ സെന്റൻസ് കഷ്ണങ്ങൾ എന്ന് ഞാൻ മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇത് ഇല്ലാത്തത് കൊണ്ടാണ്, അതായത് ഇതിൽ ഒരു പരിശീലനം ഇല്ലാത്തത് കൊണ്ടാണ് നമുക്ക് ഇംഗ്ലീഷ് പറയുമ്പോൾ ബുദ്ധിമുട്ട് വരുന്നത്. അപ്പോൾ ആദ്യത്തെ സെന്റൻസ് കഷ്ണം നമ്മൾ പഠിക്കാൻ പോകുന്നത് സമയം പറയുന്ന കഷ്ണമാണ്. സമയത്തിൻ്റെ വിവരങ്ങൾ പറയുന്ന കഷ്ണമാണ്. ആദ്യത്തെ ഒരു കാര്യം തന്നെ നമുക്ക് നോക്കാം. ഡു നോട്ട് ഗോ ഔട്ട്, പുറത്ത് പോകരുത്. ഡു നോട്ട് ഡു ദാറ്റ് എന്നൊക്കെ പറയുന്നത് അത് ചെയ്യരുത്. ഡു നോട്ട് ഗോ ഔട്ട്, പുറത്ത് പോകരുത്. ഇത് നമുക്കറിയാം. പക്ഷെ നമുക്ക് ബുദ്ധിമുട്ട് വരുന്നത് എവിടെയാണ്? മഴ നിൽക്കുന്നത് വരെ എന്ന് പറയാൻ ചിലപ്പോൾ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, മഴ നിൽക്കുന്നത് വരെ പുറത്ത് പോകരുത്. ഡു നോട്ട് ഗോ ഔട്ട് നമുക്ക് പറയാം, പക്ഷെ മഴ നിൽക്കുന്നത് വരെ എന്ന് എങ്ങനെ പറയും? അവിടെയാണ് നമ്മൾ ഈ ഒരു കൺജങ്ഷൻ ഉപയോഗിക്കേണ്ടത്. അൺടിൽ, വരെ. അൺടിൽ എന്ന് പറഞ്ഞാൽ വരെ. അപ്പോൾ ഈ ഒരു കഷ്ണം ഇങ്ങനെ എഴുതാൻ നമ്മൾ പഠിക്കണം. അതുവരെ എന്ന് പറയാൻ അൺടിൽ. ഡു നോട്ട് ഗോ ഔട്ട് അൺടിൽ ദ റെയിൻ സ്റ്റോപ്സ്. ഞാൻ വരുന്നത് വരെ വീട്ടിൻ്റെ പുറത്തിറങ്ങരുത്. ഡു നോട്ട് ഗെറ്റ് ഔട്ട് ഓഫ് ദി ഹൗസ് അൺടിൽ ഐ കം. ഓക്കെ, അപ്പോൾ അൺടിൽ എന്നുള്ളത് എന്താണ്? അതുവരെ എന്നുള്ള അർത്ഥത്തിലേക്ക് നമുക്കൊരു സെൻറ്റൻസിൻ്റെ കഷ്ണത്തെ എഴുതാം. ഇതൊക്കെ എന്താണ്? സമയമാണ്. ഞാൻ വരുന്നത് വരെ എന്ന് പറയുന്നത് ഒരു സമയത്തിൻ്റെ കാര്യമാണ്. അൺടിൽ ഇറ്റ് ഈസ് 4 o'clock, 4 മണിയാകുന്നത് വരെ. ഓക്കെ, അൺടിൽ ഹീ കംസ്, അയാൾ വരുന്നത് വരെ, ഞാൻ വരുന്നത് വരെ. മഴ തീരുന്നത് വരെ പുറത്തിറങ്ങരുത്. പുറത്തിറങ്ങരുത് എന്ന് പറയാൻ നമുക്കറിയാം ഡു നോട്ട് ഗോ ഔട്ട്. വരെയും കൂടി ചേർക്കണമെങ്കിൽ അൺടിൽ എന്നുള്ള വാക്ക്. അപ്പം അൺടിൽ എന്നുള്ളത് ഇന്ന സമയം വരെ എന്നുള്ളതാണ് നിങ്ങൾ കുറിച്ച് വെക്കുക. അപ്പോൾ ഈ ഒരു സീരീസിൽ നമ്മൾ ഇതുപോലെ സെൻറ്റൻസിൻ്റെ കഷ്ണങ്ങളാണ് ഡീൽ ചെയ്യുന്നത്. ഇപ്പോൾ ഇന്ന് ആദ്യത്തെ ക്ലാസ്സിൽ നമ്മൾ സമയം പറയുന്ന കഷ്ണമാണ് ഡീൽ ചെയ്യുന്നത്. സമയം പറയുന്ന കാര്യങ്ങൾ. അപ്പോൾ, ആയപ്പോൾ, ചെയ്തുകൊണ്ടിരുന്നപ്പോൾ, അതേ സമയത്ത്, വന്നതും, ഇതൊക്കെ എന്താണ്? സമയം പറയുന്ന കാര്യങ്ങളാണ് അല്ലേ. ഞാൻ വന്നതും ബസ് വിട്ടുപോയി. ഇത് ആക്ച്വലി നിങ്ങൾക്കുള്ളൊരു ഹോംവർക്കാണ്. അപ്പോൾ ഈ ക്ലാസ്സിൻ്റെ അവസാനം, ഈ വീഡിയോൻ്റെ അവസാനം നിങ്ങൾക്കുള്ള ഹോംവർക്ക് ഉണ്ട്. അത് നിങ്ങൾ കമൻറ്റ് ചെയ്യേണ്ടതാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്ലാസ് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ആ ഹോംവർക്ക് ചെയ്യാൻ പറ്റും. ടിൽ, ടില്ലും അത് വരെ എന്നുള്ള അർത്ഥമാണ് വരുന്നത്. വെയിറ്റ് ദെയർ, അവിടെ കാത്തിരിക്കൂ. അത് നമുക്ക് പറയാനറിയാം. ടിൽ ഐ കോൾ യു, ഞാൻ നിന്നെ വിളിക്കുന്നത് വരെ. ടിൽ ഐ കോൾ യു. ഈ ഒരു കഷ്ണം എന്താണ്? സമയം പറയുന്ന കഷ്ണം. അവിടെ കാത്തിരിക്കൂ. ആ കാത്തിരിപ്പ് എവിടെ വരെയാ? കാത്തിരിപ്പ് എവിടെ വരെയാ? ഞാൻ നിന്നെ വിളിക്കുന്നത് വരെ. അപ്പോൾ ടിൽ ഐ കോൾ യു, അതുവരെ. ഓക്കെ, ടിൽ ഐ കോൾ യു, ഞാൻ നിന്നെ വിളിക്കുന്നത് വരെ അവിടെ കാത്തിരിക്കൂ. ഓൾറൈറ്റ്. വെൻ, വെൻ എന്നുള്ള വാക്ക് നമ്മൾ ചോദ്യമായിട്ട് വെൻ ഡിഡ് യു കം, നീ എപ്പോൾ വന്നു എന്നുള്ള രീതിയിൽ നമുക്ക് അറിയാം. ഓക്കെ, നീ എപ്പോഴാണ് ജനിച്ചത്, അതിന് നമ്മൾ വെന്ന് ഉപയോഗിക്കും. വെൻ ഡിഡ് ഇന്ത്യ വിൻ ഇൻഡിപെൻഡൻസ്, എന്നാണ് ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയത് എന്നൊക്കെയുള്ള ചോദ്യമായിട്ട് നമ്മൾ എപ്പോൾ, വെൻ, എപ്പോൾ സംഭവിച്ചു എന്ന് വെന്ന് മാത്രമായിട്ട് നമ്മൾ ചോദിക്കാറുണ്ട്. അതെപ്പോൾ, വെൻ അല്ലേ. ഇത് സെൻറ്റൻസിൻ്റെ നടുക്ക് വരും. നടുക്ക് വരുന്നത് ഈ ഒരു കഷ്ണമായിട്ടാണ് വരുന്നത്. നോക്കൂ, ദേ വേർ സ്റ്റഡിയിങ്. വേർ സ്റ്റഡിയിങ് എന്ന് പറയുമ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ദേ ആയതുകൊണ്ട് വേറാണ്. ഓക്കെ, ഹി ആയിരുന്നെങ്കിലോ ഹി വാസ് സ്റ്റഡിയിങ്. ഓക്കെ, അപ്പോൾ ഒന്നിലധികം ഉള്ളതുകൊണ്ട് 6 വേറാവും പാസ്റ്റ് ടെൻസ് ആകുമ്പോൾ. ഈസ് വാസ് ആവും. നമുക്കറിയാം, നമ്മൾ മുന്നേ ഒരു സീരീസിൽ കണ്ടതാണ്. ദേ വേർ സ്റ്റഡിയിങ്, അവർ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. സമയത്തിൻ്റെ കഷ്ണം വെൻ ഐ കെയിം, ഞാൻ വന്നപ്പോൾ. ഓക്കെ, ഞാൻ വന്നു എന്നെ വന്നപ്പോൾ എന്നാക്കാൻ അപ്പോൾ. എപ്പോൾ എന്ന് നമുക്ക് ചോദ്യത്തിൽ ചോദിക്കാം. സെൻറ്റൻസിൻ്റെ നടുക്കായിട്ട് നമ്മളൊരു കഷ്ണമായിട്ട് എഴുതുമ്പോൾ, സമയത്തിൻ്റെ കാര്യം പറയുന്ന, സമയത്തിൻ്റെ വിവരം പറയുന്ന ഒരു കഷ്ണമായിട്ട് എഴുതുമ്പോൾ അപ്പോൾ എന്നുള്ള അർത്ഥത്തിലേക്ക് നമുക്ക് ഉപയോഗിക്കാം. ഓക്കെ, വി വിൽ ഗോ ഔട്ട്, നമുക്ക് പുറത്തു പോകാം. വെൻ ഐ കം, ഞാൻ വരുമ്പോൾ നമുക്ക് പുറത്തു പോകാം. ഓക്കെ, വി വിൽ ഗോ ഔട്ട്, വി വിൽ ഗോ ഔട്ട്, നമ്മൾ പുറത്തേക്ക് പോകും. എപ്പോൾ? വെൻ ഐ കം, ഞാൻ വരുമ്പോൾ. ഇവിടെ വന്നപ്പോൾ എന്നാണ് അല്ലേ. വന്നപ്പോൾ അവർ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ വന്നപ്പോൾ അവർ പഠിക്കുകയായിരുന്നു, പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പോൾ അപ്പോൾ ആ ഒരു സമയത്തെ സൂചിപ്പിക്കാനാണ് വെൻ. ഓക്കെ, അത് എപ്പോൾ വേണമെങ്കിലും ആവാം. ഞാൻ വന്നപ്പോൾ, വരുമ്പോൾ എന്നുള്ള രീതിയിലേക്കൊക്കെ നമുക്ക് ഉപയോഗിക്കാം. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. വി വിൽ ഗോ ഔട്ട്,
നമ്മൾ പുറത്തേക്ക് പോകും. ഗോ ഔട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? ഔട്ടിങ്ങിന് പോവുക അല്ലേ? വി വിൽ ഗോ ഫോർ എ മൂവി, നമ്മളൊരു സിനിമയ്ക്ക് പോകും. വി വിൽ ഗോ ഫോർ എ മൂവി വെൻ ഐ കം, ഞാൻ വരുമ്പോൾ. വന്നിട്ടില്ല, വരുമ്പോൾ. അതേസമയം ഞാൻ വന്നപ്പോഴോ വെൻ ഐ കെയിം എന്ന് വരും അല്ലേ? വെൻ ഐ കം ഞാൻ വരുമ്പോൾ, വെൻ ഐ കെയിം ഞാൻ വന്നപ്പോൾ. നിങ്ങൾ പറഞ്ഞു നോക്കുക കേട്ടോ. നിങ്ങൾ എത്രത്തോളം അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് ആവർത്തിക്കുന്നു അത്രത്തോളം നിങ്ങളുടെ മനസ്സിലിത് ഉറയ്ക്കും. നമ്മൾ മലയാളം പഠിച്ചത് അങ്ങനെയല്ലേ? ഒന്ന് ഓർത്ത് നോക്കിയേ. നമ്മൾ അർത്ഥം മനസ്സിലാകുന്ന ഒരു സാഹചര്യത്തിൽ, ഇത് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക, അർത്ഥം മനസ്സിലാകുന്ന സാഹചര്യത്തിൽ നിങ്ങൾ എത്രത്തോളം ഒരു കാര്യം കേൾക്കുന്നു, എത്രത്തോളം അത് ആവർത്തിക്കുന്നു, അത്രത്തോളം നിങ്ങളുടെ മനസ്സിലത് ഉറയ്ക്കും. നമ്മൾ മലയാളം പഠിച്ചത് അങ്ങനെയല്ലേ? അമ്മ അവിടെ ഇരിക്കരുത് എന്ന് പറഞ്ഞ് ആക്ഷനും കൂടെ കാണിച്ച് നമ്മളോടത് പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇരിക്കരുത് എന്ന് പറഞ്ഞാൽ ഇരിക്കരുത് എന്നാണ് എന്ന്. ഓക്കെ, അതുപോലെയാണ് നമ്മൾ ഓരോ കാര്യങ്ങളും പഠിക്കേണ്ടത്. അർത്ഥം മനസ്സിലാക്കി പഠിക്കുക, അർത്ഥം മനസ്സിലാക്കി പഠിച്ച് അത് ആവർത്തിക്കുക. അപ്പോൾ ഡു നോട്ട് ഗോ ഔട്ട് ടിൽ ഐ കം. ഓക്കെ, ഹി ഡിഡ്ന്റ് ഗോ ഔട്ട് ടിൽ ഐ കെയിം. ഞാൻ വന്നത് വരെ അയാൾ പുറത്തു പോയില്ല. അതാണ് ടിൽ ഐ കം, ടിൽ ഐ കെയിം. വരുന്നത് വരെ, വന്നത് വരെ. വെൻ ഐ കെയിം, ഞാൻ വന്നപ്പോൾ. വെൻ ഐ കം ആണെങ്കിലോ ഞാൻ വരുമ്പോൾ. വി വിൽ ഗോ ഔട്ട്, ഞാൻ വരുമ്പോൾ നമുക്ക് പുറത്തു പോകാം. ഓക്കെ, അതുപോലെ യു ഷുഡ് ബി സ്റ്റഡിയിങ് വെൻ ഐ കം, ഞാൻ വരുമ്പോൾ നീ പഠിച്ചുകൊണ്ടിരിക്കുകയായിരിക്കണം എന്നും പറയും. ഞാൻ വന്നപ്പോൾ അവർ പഠിക്കുകയായിരുന്നു. അപ്പോൾ സമയത്തിൻ്റെ കഷ്ണം പറയാനായിട്ട്, അപ്പോൾ എന്ന രീതിയിൽ പറയാനായിട്ട് നമുക്ക് വെൻ ഉപയോഗിക്കാം. ഓക്കെ, ആഫ്റ്റർ ബിഫോർ നമുക്കറിയാം. ആഫ്റ്റർനൂൺ, ഇപ്പോൾ നമ്മൾ ന്യൂണിന് ശേഷം, ഉച്ചയ്ക്ക് ശേഷം, 12 മണിക്ക് ശേഷമാണ് ആഫ്റ്റർനൂൺ അല്ലേ? ആഫ്റ്റർ ബിഫോർ നമുക്കറിയാവുന്ന വാക്കാണിത്. പക്ഷേ സെൻറ്റൻസിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഉപയോഗിച്ച് നോക്കാം. വി വിൽ ടോക്ക് ആഫ്റ്റർ ദി എക്സാം. വി വിൽ ടോക്ക്, നമ്മൾ സംസാരിക്കും. സമയത്തിൻ്റെ കഷ്ണം, വിവരം പറയുന്ന ഒരു കഷ്ണം എവിടെയാ? ആഫ്റ്റർ ദി എക്സാം, എക്സാമിന് ശേഷം. അപ്പോൾ ആഫ്റ്റർ എന്ന് പറഞ്ഞാൽ ശേഷമാണ്, എക്സാമിന് ശേഷം. വി വിൽ ടോക്ക് ആഫ്റ്റർ ദി എക്സാം. ബിഫോർ, വി വിൽ ടോക്ക് ബിഫോർ ദി എക്സാം. പരീക്ഷയ്ക്ക് മുൻപ് നമുക്ക് സംസാരിക്കാം എന്നാണെങ്കിലോ വി വിൽ ടോക്ക് ബിഫോർ ദി എക്സാം. കുറച്ചും കൂടെ ഡീറ്റെയിൽസ് എഴുതാം. ഓക്കെ, വി വിൽ ടോക്ക് ആഫ്റ്റർ ദി എക്സാം ഈസ് ഓവർ എന്നുള്ള രീതിയിലേക്ക് ആക്കാം. വി വിൽ ടോക്ക് ബിഫോർ ദി എക്സാം ബിഗിൻസ് എന്ന് എഴുതാം. എക്സാം തുടങ്ങുന്നതിന് മുമ്പ്, സ്റ്റാർട്ട്സ് തുടങ്ങുന്നതിന് മുൻപ്. ഇത് ഒരു ചെറിയ സെൻറ്റൻസ് ആണ്. പക്ഷേ ഈ സെൻറ്റൻസ് ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റില്ല. ആഫ്റ്റർ ദി എക്സാം സ്റ്റാർട്ട്സ് എന്നുള്ളതിന് ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റുമോ? ഈ ആഫ്റ്റർ ദി എക്സാം ഈസ് ഓവർ എന്നുള്ള എക്സാം തീരുന്നതിന് ശേഷം എന്ന് മാത്രം നമ്മൾ പറഞ്ഞാൽ അതിന് എന്തെങ്കിലും അർത്ഥമുണ്ടോ? ഇല്ല. അപ്പോൾ ഇത് ഈ ഒരു സെൻറ്റൻസ് ഉണ്ടെങ്കിലേ നമുക്ക് അത് എഴുതാൻ പറ്റുള്ളൂ. അതാണ് ക്ലോസിൻ്റെ ഒരു കാര്യം. ഓക്കെ, അപ്പോൾ ആഫ്റ്റർ ബിഫോർ നമുക്ക് മനസ്സിലായി. വൈൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, അതേ സമയം. മീൻ വൈൽ എന്നൊക്കെയുള്ള അതേ സമയത്ത് എന്നുള്ള അർത്ഥമാണ് മീൻ വൈൽ. ഓക്കെ, ദ ഫോൺ റാങ്. അതിൻ്റെ അർത്ഥം എന്താ? ഫോണ് അടിച്ചു. റിങ്, റാങ്. റിങ് അടിക്കുക, റിങ് ടോൺ, അടിക്കുന്ന ടോൺ. റാങ് അടിച്ചു. അപ്പോൾ ഫോൺ അടിച്ചു എന്ത് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ? വൈൽ ഐ വാസ് സ്ലീപ്പിംഗ്. അപ്പോൾ ഈ ഒരു കഷ്ണം നോക്കൂ, ഞാൻ ഉറങ്ങിക്കൊണ്ടിരുന്നപ്പോൾ. ആ സമയത്ത് തന്നെ മറ്റൊരു സാധനം സംഭവിച്ചു. സമയത്തിൻ്റെ വിവരം പറയുന്ന ഒരു കഷ്ണമാണ്. പക്ഷെ ഓരോന്നും നോക്കിയേ, അത് വരെ, അതിന് മുൻപ്, അതിന് ശേഷം എന്നൊക്കെയുള്ള കാര്യം നമ്മൾ അത് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ. ഇത് അതേ സമയത്ത് എന്നുള്ള അർത്ഥത്തിലാണ്. ഫോൺ അടിച്ചു, അതേ സമയത്ത് ഞാൻ ഉറങ്ങുമായിരുന്നു എന്നുള്ള, ഞാൻ ഉറങ്ങിക്കൊണ്ടിരുന്ന അതേ സമയത്ത്, ഞാൻ ഉറങ്ങിക്കൊണ്ടിരുന്നപ്പോൾ, അതായത് അതേ സമയത്ത് ഫോൺ അടിച്ചു. ഫോൺ അടിച്ചത് ഞാൻ ഉറങ്ങിക്കൊണ്ടിരുന്ന സമയത്താണെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് വൈൽ ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഡു നോട്ട് യൂസ് ഫോൺ വൈൽ യു ആർ ഡ്രൈവിംഗ്. ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഫോൺ യൂസ് ചെയ്യരുത്. ഓക്കെ, നിങ്ങളുടെ ചുറ്റും ഈ ഇംഗ്ലീഷ് ഉണ്ട്. നമ്മുടെ നെയിം ബോർഡുകൾ കാണുക, നമ്മളുടെ ഹോട്ടലിലെ ബോർഡുകൾ കാണുക, മെനു കാർഡ് കാണുമ്പോൾ അതിൻ്റെ അകത്തുള്ള എഴുത്തുകൾ വായിക്കുക, അത് ആവർത്തിക്കുക, റിപ്പീറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഡു നോട്ട് ഡ്രിങ്ക് ആൻഡ് ഡ്രൈവ്, ഡു നോട്ട് ഡ്രിങ്ക് ആൻഡ് ഡ്രൈവ്, ഡു നോട്ട് ചെയ്യരുത്. എന്ത്? ഡ്രിങ്കും ഡ്രൈവും. ഡ്രിങ്ക് ആൻഡ് ഡ്രൈവ്, അതായത് ഓർഡറിൽ വരുന്നുണ്ട് നമുക്കറിയാം. ഡ്രിങ്ക് ചെയ്തുകൊണ്ട് ഡ്രൈവ് ചെയ്യരുത് എന്നാണ്. ഇങ്ങനെ ചുറ്റും കാണുന്ന ബോർഡുകളിലൊക്കെ ഇംഗ്ലീഷ് ഉണ്ട്. നിങ്ങളതൊക്കെ വായിക്കുക, നിങ്ങൾക്ക് അർത്ഥം മനസ്സിലാവും. അർത്ഥം മനസ്സിലാക്കാവുന്ന രീതിയിലാണ് ബോർഡുകളൊക്കെ എഴുതിയേക്കുന്നത് അല്ലേ? സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിലാണ് ബോർഡുകളൊക്കെ എഴുതുക പൊതുവെ. അപ്പോൾ അർത്ഥം മനസ്സിലാവും, നിങ്ങളത് ആവർത്തിക്കുക. നമ്മുടെ ചുറ്റും ഇംഗ്ലീഷ് ഉണ്ട്, നിങ്ങളെ സഹായിക്കാൻ ഞാനുമുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഇത്രയും വേഗം സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് തുടരെ വീഡിയോസ് ഉണ്ടായിരിക്കും. ഇത് ആദ്യത്തെ ക്ലാസ് ആണ്. അപ്പോൾ
സിൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? തൊട്ട്. നിങ്ങൾ ഈ ഒരു കടയുടെയൊക്കെ മുൻപിൽ സിൻസ് എന്ന് എഴുതിയിട്ടുണ്ടാവും അല്ലേ? സിൻസ് 1949, സിൻസ് 1975, സിൻസ് 1996. അത് തൊട്ട് എന്നുള്ള അർത്ഥത്തിലാണ്. ഐ ഹാവിൻറ്റ് ഈറ്റൻ. ഐ ഹാവ് ഞാൻ ചെയ്തിട്ടുണ്ട്. എന്താണ്? ഈറ്റ് ചെയ്തിട്ടുണ്ട്. ഹാവ് നോട്ട്, ഹാവിൻറ്റ്. ഹാവ് നോട്ടാണ് ഹാവിൻറ്റ് ആവുന്നത്. ഐ ഹാവിൻറ്റ് ഈറ്റൺ. ഈറ്റ് ചെയ്തിട്ടില്ല. ഈറ്റ്, എയ്റ്റ്, ഈറ്റൺ മൂന്നാമത്തെ രൂപമാണ് ഹാവിൻ്റെ ഒപ്പം വരുന്നത്. അതെന്തുകൊണ്ടാണെന്നൊക്കെ ഡൗട്ട് ഉള്ളവരാണെങ്കിൽ ഞാൻ മുമ്പ് ഒരു സീരീസ് ചെയ്തിട്ടുണ്ട്, 6-7 വീഡിയോൻ്റെ സീരീസ് ചെയ്തിട്ടുണ്ട്. അതിൽ നമ്മൾ ഈ ബേസിക് ഗ്രാമർ മൊത്തം കവർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിലാണ് കവർ ചെയ്തിരിക്കുന്നത്. സെൻറ്റൻസുകൾ ഉണ്ടാക്കി പഠിച്ചിട്ടാണ് നമ്മൾ കവർ ചെയ്തിരിക്കുന്നത്. അത് മാത്രം കണ്ടാൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് ഗ്രാമർ, ഓക്കെ, ടെൻസുകൾ മുഴുവൻ നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പോൾ അതിൻ്റെ വീഡിയോ ലിങ്ക് വേണമെങ്കിൽ ഞാനിവിടെ മുകളിലെ ഐ ബട്ടണിൽ പിൻ ചെയ്തിട്ടുണ്ടാവും. അല്ലെങ്കിൽ നമ്മുടെ ചാനലിൽ പോയിട്ട് ജെയ്ലോൺ സ്പീക്ക് ഇംഗ്ലീഷ് മലയാളം എന്നുള്ള ചാനലിൽ പോയിട്ട് പ്ലേലിസ്റ്റ് സ്പീക്ക് വിത്ത് മീ എന്നുള്ളൊരു സീരീസ് ആയിട്ട് നമ്മൾ ചെയ്തതാണ്. അത് കണ്ടാലും മതി. ഓക്കെ. ഐ ഹാവിൻറ്റ് ഈറ്റൻ. ഞാൻ ഈറ്റ് ചെയ്തിട്ടില്ല. ക്രിയാരൂപം മൂന്നാമത്തെ രൂപമാണ്. ഹാവ്, ഹാഡൊക്കെ വരുമ്പോൾ മൂന്നാമത്തെ രൂപമാണ് വരിക. കഴിക്കുക, കഴിച്ചു, കഴിച്ചിട്ടുണ്ട്. ഞാൻ കഴിച്ചിട്ടില്ല. കഴിച്ചിട്ടില്ല. സിൻസ് ഐ സ്റ്റാർട്ടഡ് വർക്കിംഗ്. ഞാൻ പണിയെടുത്ത് തുടങ്ങിയതിന് ശേഷം ഞാൻ കഴിച്ചിട്ടില്ല. പണി തുടങ്ങിയത് തൊട്ട് ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല. സിൻസ് ഐ സ്റ്റാർട്ടഡ് വർക്കിംഗ്. സ്റ്റാർട്ടാണ് അവിടെ ഒരു പോയിന്റ്. ആ പോയിന്റ് തൊട്ട്. സിൻസ് 1997 തൊട്ടാ പറഞ്ഞാൽ എന്താണ്? അത് തൊട്ട്. 1997 തൊട്ട്. അപ്പോൾ സിൻസ് ഐ സ്റ്റാർട്ടഡ് വർക്കിംഗ്, ഞാൻ വർക്ക് ചെയ്ത് സ്റ്റാർട്ട് ചെയ്തതിന് തൊട്ട് ഞാനൊന്നും കഴിച്ചിട്ടില്ല. ഞാൻ കഴിച്ചിട്ടില്ല. അതിൻ്റെ സമയം പറയുന്ന കഷ്ണം ഏതാണ്? സിൻസ് ഐ സ്റ്റാർട്ടഡ് വർക്കിംഗ്. ഞാൻ വർക്ക് ചെയ്ത് തുടങ്ങിയത് തൊട്ട്. അപ്പോൾ തൊട്ട് എന്നുള്ള ഇതിൻ്റെ സമയം തൊട്ട് എന്ന് പറയുമ്പോഴും അതെന്താണ്? സമയത്തിൻ്റെ ഒരു കഷ്ണമാണ് അല്ലേ? ആസ് സൂൺ ആസ്. ആസ് സൂൺ ആസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ ASAP എന്നുള്ളൊരു ചെറിയൊരു ഷോർട്ട് ഫോം ഉണ്ട്. ആസ് സൂൺ ആസ് പോസിബിൾ. പറ്റാവുന്ന അത്രയും പെട്ടെന്ന്. അപ്പോൾ ആസ് സൂൺ ആസ് ഉപയോഗിക്കുന്നത് എന്താണ്? ഒന്ന് സംഭവിച്ചപ്പോൾ തന്നെ ഞങ്ങൾ മറ്റേത് ചെയ്തു എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ്. ആസ് സൂൺ ആസ് ഇറ്റ് സ്റ്റാർട്ടഡ് റെയിനിങ് വി സ്റ്റോപ്ഡ് പ്ലേയിങ്. ഞങ്ങൾ കളിക്കൽ നിർത്തി, മഴ പെയ്തു തുടങ്ങിയപ്പോൾ തന്നെ. അപ്പോൾ തന്നെ എന്നുള്ള അർത്ഥത്തിൽ വരാനാണ് നമ്മൾ ആസ് സൂൺ ആസ്. പോസിബിൾ ആവുന്ന അതേ സമയത്ത് തന്നെ, അതാണ് ആസ് സൂൺ ആസ് പോസിബിൾ. ഓക്കെ, സാധ്യമാവുന്ന അതേ നിമിഷത്തിൽ, മഴ പെയ്ത് തുടങ്ങിയ അതേ നിമിഷത്തിൽ ഞങ്ങൾ കളി നിർത്തി. ആസ് സൂൺ ആസ് ഇറ്റ് സ്റ്റാർട്ടഡ് റെയിനിങ്. നിങ്ങൾക്ക് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും എഴുതാട്ടോ. സമയത്തിൻ്റെ കഷ്ണം സെപ്പറേറ്റ് ആണ് നമുക്ക്. ഓക്കെ, സെൻറ്റൻസ് ഒറ്റ സെൻറ്റൻസ് തന്നെയാണ്, ഒറ്റ കോംപ്ലക്സ് സെൻറ്റൻസ് തന്നെയാണെങ്കിലും എന്താണ് ഈ രണ്ട് കഷ്ണം ആദ്യം ഒന്ന് വന്നാലും തെറ്റുന്നില്ല. അപ്പോൾ ആസ് സൂൺ ആസ് ഇറ്റ് സ്റ്റാർട്ടഡ് റെയിനിങ്, മഴ പെയ്ത് തുടങ്ങിയതും ഞങ്ങൾ കളി നിർത്തി. വി സ്റ്റോപ്ഡ് പ്ലേയിങ്, ഇത് പറയാൻ നമുക്കറിയാം. വി സ്റ്റോപ്ഡ് പ്ലേയിങ് എന്ന് പറയാൻ നമുക്കറിയാം. വി സ്റ്റോപ്ഡ്, ഞങ്ങൾ നിർത്തി. വി സ്റ്റോപ്ഡ്, എന്താ സ്റ്റോപ്പ് ചെയ്തേ? പ്ലേയിങ് എന്നുള്ള ഒരു കാര്യം സ്റ്റോപ്പ് ചെയ്തു. വി സ്റ്റോപ്ഡ് പ്ലേയിങ്. മഴ പെയ്ത് തുടങ്ങിയതും എങ്ങനെ പറയും? അതേ സമയത്ത് തന്നെ എന്നുള്ള അർത്ഥത്തിലല്ലേ? മഴ പെയ്ത് തുടങ്ങിയതും ഞങ്ങൾ കളി നിർത്തി എങ്ങനെ പറയും? കളി നിർത്തി എന്ന് പറയാൻ വി സ്റ്റോപ്പ് പ്ലേയിങ്. തുടങ്ങിയതും എന്നുള്ള രീതിയിൽ പറയണമെങ്കിൽ ആസ് സൂൺ ആസ്. ഓക്കെ, അപ്പോൾ ഗീവ് മീ ദ റിപ്പോർട്ട് ആസ് സൂൺ ആസ് യു ഗെറ്റ് ഇറ്റ്. ആസ് സൂൺ ആസ് യു ഗെറ്റ് ഇറ്റ്, നിനക്ക് കിട്ടുന്ന അതേ സമയത്ത് തന്നെ എനിക്ക് അയക്കൂ. ഗീവ് മീ ദ റിപ്പോർട്ട് നമ്മൾ ഓഫീസിലേക്ക് ഉപയോഗിക്കുന്ന കാര്യമാണ്. ഓക്കെ, ടെൽ ഇറ്റ് ടു മീ ആസ് സൂൺ ആസ് യു ഹിയർ ഇറ്റ്. ഓക്കെ, നീ അത് കേൾക്കുന്നതും എൻ്റെ അടുത്ത് തന്നെ പറയും. കേൾക്കുന്ന സമയത്ത് തന്നെ ഒട്ടും വൈകിക്കാതെ എന്നുള്ള അർത്ഥത്തിലാണ് ആസ് സൂൺ ആസ്. അത് തുടങ്ങിയതും അത് ചെയ്തതും അത് സംഭവിച്ചതും ഇന്നത് ചെയ്യൂ എന്നൊക്കെ പറയാനാണ് ആസ് സൂൺ ആസ് എന്ന് നമ്മൾ ഉപയോഗിക്കുന്നത്. ആസ് ലോങ് ആസ് എന്നൊരു പ്രയോഗമുണ്ട്. അതെന്താണ്? ഒരു കാര്യം സംഭവിക്കുന്നിടത്തോളം. ഓക്കെ, അത് സംഭവിക്കുന്നിടത്തോളം എനിക്കൊരു കുഴപ്പമില്ല. അത്തരത്തിലൊരു സെൻറ്റൻസ് ആണ് ഐ ആം നോട്ട് അഫ്രെയ്ഡ്. അഫ്രെയ്ഡ് എന്ന് പറഞ്ഞാൽ ഫിയർ എന്ന് ഉള്ള വാക്കാണ് അഫ്രെയ്ഡ് അല്ലേ? ഐ ആം നോട്ട് അഫ്രെയ്ഡ്, ഞാൻ അഫ്രെയ്ഡ് അല്ല. ആസ് ലോങ് ആസ്, എന്തുള്ളിടത്തോളം? ആസ് ലോങ് ആസ് യു ആർ വിത്ത് മീ, അല്ലെങ്കിൽ ആസ് ലോങ് ആസ് യു ആർ ദെയർ വിത്ത് മീ. വിത്ത് മീ എന്ന് പറഞ്ഞാൽ എൻ്റെ ഒപ്പം, വിത്ത് എൻ്റെ ഒപ്പം, വിത്ത് എന്ന് പറഞ്ഞാൽ ഒപ്പം, മീ എന്ന് പറഞ്ഞാൽ ഞാൻ. യു ആർ വിത്ത് മീ, യു വരുമ്പോൾ ആറാണ്. നീ എൻ്റെ ഒപ്പം ഉള്ളിടത്തോളം കാലം എനിക്ക് ഒരു പേടിയുമില്ല. ഐ ആം നോട്ട് അഫ്രെയ്ഡ്. ഐ ആം നോട്ട് അഫ്രെയ്ഡ് എന്ന് പറയാൻ നമുക്കറിയാം. നീ എൻ്റെ കൂടെ ഉള്ളിടത്തോളം എന്നെങ്ങനെ പറയും? ഉള്ളിടത്തോളം എന്ന് പറയാനായിട്ട് ആസ് ലോങ് ആസ്, സമയം പറയുന്നൊരു കാര്യമാണ്. അത് ഉള്ളിടത്തോളം. ഓക്കെ, ആസ് ലോങ് ആസ് യു ആർ ദെയർ വിത്ത് മീ, ആസ് ലോങ് ആസ് യു ആർ വിത്ത് മീ ഐ ആം നോട്ട് അഫ്രെയ്ഡ്. ഓക്കെ,
ഇതാണ് ഞാൻ പറഞ്ഞ ഹോംവർക്ക് നിങ്ങൾക്കെന്നുള്ളത്. നമ്മൾ ഈ പഠിച്ച കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് ഈ 3 സെൻറ്റൻസുകളും എഴുതാനായിട്ട് സാധിക്കും. സമയത്തിൻ്റെ കഷ്ണം ചേർത്ത് പോയാൽ മതി. ഞാൻ സ്റ്റാൻഡിൽ വന്നതും എന്ന് പറയുമ്പോൾ എന്താ? ബസ് വിട്ടുപോയി. ഞാൻ സ്റ്റാൻഡിൽ വന്നതും, വന്നതേ സമയത്ത്. കളിക്കുന്ന സമയത്ത് വഴക്കിടരുത് എന്ന് പറയാൻ എന്താണ്? ഡു നോട്ട് ക്വാറൽ. QUARREL ക്വാറൽ അല്ലേ? ഡു നോട്ട് ക്വാറൽ ചെയ്യരുത് കളിക്കുന്ന സമയത്ത്. ആ സമയത്ത്, അതേ സമയത്ത് എന്നുള്ള വാക്ക് നമ്മൾ എന്താ പഠിച്ചേ? ചെയ്തുകൊണ്ടിരിക്കുന്ന അതേ സമയത്ത്, കളിക്കുന്ന സമയത്ത് ഇന്ന് ചെയ്യരുത് എന്നാണ് പറയുന്നത്. ബെല്ലടിക്കുന്നത് വരെ എന്നുള്ള രീതിയിൽ നമുക്കൊരു സമയത്തിൻ്റെ കഷ്ണം ചേർക്കാൻ എന്താ ചെയ്യേണ്ടത്? ക്ലാസ്സിൽ ഇരിക്കണം എന്നൊക്കെ പറയാനോ? മസ്റ്റ് അല്ലെങ്കിൽ ഷുഡ് എന്നുള്ള ഒരു മൊഡാൽ വെർബ് നമുക്ക് ചേർക്കാം. ഓക്കെ, യു മസ്റ്റ് സിറ്റ് ഇൻ ദ ക്ലാസ്, യു ഷുഡ് സിറ്റ് ഇൻ ദ ക്ലാസ്, യു ഷുഡ് കം ടുമാറോ. അപ്പോൾ ഒരു ഓർഡർ പറയുന്ന പോലെ നമ്മൾ പറയുന്നതിനൊക്കെ ഷുഡ് അല്ലെങ്കിൽ മസ്റ്റ് നമുക്ക് ചേർക്കാം. മസ്റ്റ് ആയിട്ട് ചെയ്യണം എന്ന് പറയില്ലേ? അപ്പോൾ യു ഷുഡ് സിറ്റ് ഇൻ ദ ക്ലാസ്, ഏത് വരെ? അപ്പോൾ ഏത് വാക്കാണ് ഉപയോഗിക്കേണ്ടത് നിങ്ങൾ ചേർക്കുക. ആ വാക്ക് ഉപയോഗിച്ചിട്ട് ബെല്ലടിക്കുന്നത് വരെ. ബെൽ റിങ്സ് എന്നും കൂടെ ഞാൻ പറയാം. വാക്ക് ഏതാ നിങ്ങൾ ഉപയോഗിക്കുക. അപ്പോൾ ഇത്രയും കാര്യം നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. കമൻറ്റ് ചെയ്താൽ ശരി ഉത്തരം നമ്മളും കമൻറ്റ് ചെയ്യുന്നതാണ്. നിങ്ങളുടെ തെറ്റെന്താണെന്ന് തിരുത്തി തരുകയും ചെയ്യാം. ഓക്കെ, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഇതൊരു പുതിയ സീരീസിൻ്റെ തുടക്കമാണ്. ഇന്ന് നമ്മൾ പഠിച്ചത് എന്താണ്? സമയത്തിൻ്റെ കഷ്ണമാണ് പഠിച്ചത്. ഓക്കെ, സമയത്തിൻ്റെ ഒരു കഷ്ണം കൂടി നമുക്ക് ചേർക്കാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് സമയമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എന്ത് കാര്യവും പറയാൻ നമ്മൾ റെഡിയാകും. ഇതുപോലെ തന്നെ സ്ഥലത്തിൻ്റെ കഷ്ണം നമുക്ക് ചേർക്കാനുണ്ട്, കാരണത്തിൻ്റെ കഷ്ണം നമുക്ക് ചേർക്കാനുണ്ട്, ഒരു വ്യവസ്ഥയുടെ കഷ്ണം നമുക്ക് ചേർക്കാനുണ്ട്, എഫക്റ്റിൻ്റെ കഷ്ണം നമുക്ക് ചേർക്കാനുണ്ട്. ഇതൊക്കെ വരുന്ന ക്ലാസ്സുകളിൽ നമുക്കുണ്ടാവും. ഇത് നിങ്ങൾ പലയാവർത്തി കണ്ടൊന്ന് പ്രാക്ടീസ് ചെയ്യുക കേട്ടോ. പലയാവർത്തി കണ്ട് നിങ്ങൾ സ്വയം ആവർത്തിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഉറയ്ക്കും. ഓക്കെ, നിങ്ങൾ സ്വയം പറഞ്ഞു നോക്കുക. ഇതിൻ്റെ അർത്ഥം ഇതാണെന്ന് മനസ്സിലാക്കി നിങ്ങളൊന്ന് പറഞ്ഞു നോക്കുക. വേറെ സെൻറ്റൻസുകളൊന്ന് ഉണ്ടാക്കാൻ നോക്കുക. നിങ്ങളെടുക്കുന്ന ആ പ്രയത്നമാണ് നിങ്ങളുടെ പഠനം. ഓക്കെ, നിങ്ങളെടുക്കുന്ന പ്രയത്നമാണ് നിങ്ങളുടെ പഠനം. പറഞ്ഞ് മാത്രമേ നമ്മൾ ഭാഷ പഠിക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞ് പരിശീലിക്കണം എന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ട്രെയിനേഴ്സ് ഉണ്ട്. നിങ്ങളും ട്രെയിനറും മാത്രം എല്ലാ ദിവസവും അരമണിക്കൂർ ഇരുന്നിട്ടുള്ള ട്രെയിനിങ് ആണ്. ഗ്രൂപ്പ് ക്ലാസ്സുകളൊന്നുമല്ല. നിങ്ങളും ട്രെയിനർ മാത്രം. നിങ്ങൾക്ക് പറ്റുന്ന സമയത്ത് ട്രെയിനർ അവൈലബിൾ ആയിരിക്കും. അതിനെപ്പറ്റി അറിയണമെന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. വാട്സാപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി. അതല്ല, ഇതുപോലുള്ള ക്ലാസ്സുകൾ വേണമെന്നുണ്ടെങ്കിൽ 60 ക്ലാസ്സുകൾ അടങ്ങുന്ന വീഡിയോ സീരീസ് നമുക്ക് ആപ്പിൽ അവൈലബിൾ ആണ്. ജെയ്ലേൺ ആപ്പ്. അപ്പോൾ ജെയ്ലേൺ ആപ്പ് എന്ന് പറയുന്നത് എൻ്റെ സ്വന്തം ആപ്പാണ്. അപ്പോൾ ജെയ്ലേൺ ആപ്പിൽ നമുക്ക് PSC, SSC, കേറ്ററ്റ്, സെറ്റ്, നെറ്റ് പോലുള്ള കോഴ്സുകൾ അവൈലബിൾ ആണ്. ഇപ്പോൾ നമ്മൾ PSC ഈ മാസം നടക്കുകയാണ്. അപ്പോൾ നമ്മളൊക്കെ അതിൻ്റെ തിരക്കിലാണ്. ഇപ്പോൾ PSC LDC എക്സാം വരികയാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്തുണ്ട്? LGS ഉണ്ട്, കേരള ബാങ്ക് OA ഉണ്ട്, ഹൈക്കോർട്ട് അസിസ്റ്റൻ്റ് എക്സാം വരുന്നുണ്ട്, ഹൈക്കോർട്ട് OA ഉണ്ട്. അത് കഴിയുമ്പോൾ അടുത്ത കൊല്ലം ഡിഗ്രി ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് വളരെ നല്ലൊരു അവസരം വരുന്നുണ്ട്. സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് വരുന്നുണ്ട്. PSCയിലെ തന്നെ ഏറ്റവും ഗ്ലാമറസ് ആയിട്ടുള്ള ഒരു ജോലിയാണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ്. അപ്പോൾ ആ ഒരു ജോലിക്കുള്ള പഠനം നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. ലോങ് ബാച്ച് നമ്മൾ ആരംഭിച്ചിരിക്കുകയാണ്. ഒപ്പം തന്നെ SI വരുന്നുണ്ട്. അടുത്തപോലെ പിന്നെ അസിസ്റ്റൻറ്റ് പ്രിസൺ ഓഫീസർ വരുന്നുണ്ട്, വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റ് വരുന്നുണ്ട്. ഇതൊക്കെ 10ാം ക്ലാസ് യോഗ്യതയുള്ള പോസ്റ്റുകളാണ്. SI ഡിഗ്രി ലെവലാണ്. എക്സൈസ് ഇൻസ്പെക്ടർ വരുന്നുണ്ട്. ഇത്രയും കോഴ്സുകൾക്കുള്ള കോച്ചിങ് നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഏത് ലെവലിലുള്ള ആളായിക്കോട്ടെ, 7th പാസ്സായ ആളായിക്കോട്ടെ, 10th പാസ്സായ ആളായിക്കോട്ടെ, 12th ഡിഗ്രി എല്ലാവർക്കുമുള്ള PSC കോഴ്സുകൾ നമുക്ക് അവൈലബിൾ ആണ്. ഇതല്ല സെറ്റ്, നെറ്റ് പോലുള്ള കോഴ്സുകളാണ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നതെങ്കിൽ അതിൻ്റെയും ചാനലുകളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കാണാം. നമ്മുടെ വീഡിയോ ക്വാളിറ്റിയൊക്കെ നിങ്ങൾ നോക്കുക. അപ്പോൾ എന്ത് എൻക്വയറി ഉണ്ടെങ്കിലും നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. ഈ ഒരു കാര്യം മറക്കരുത്, കമൻറ്റ് ചെയ്യുക കേട്ടോ. ഇത് മനസ്സിലായില്ലെങ്കിൽ ഒന്നും കൂടെ ജസ്റ്റ് വീഡിയോ എടുത്ത് നോക്കിയാൽ മതി, അല്ലെങ്കിൽ കമൻറ്റ് ചെയ്തോളൂ. നിങ്ങളുടെ തെറ്റ് തിരുത്തി തരാം. ഓക്കെ, നമുക്ക് ഈ സീരീസിൻ്റെ അടുത്ത വീഡിയോവുമായിട്ട് വരാം.